ഹലോ, എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന പിങ്ക് കളറിലുള്ള പാലടയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ പ്രോസസ്സ് കുറച്ച് നീണ്ട പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു റോയൽ ബ്രാൻഡിൻ്റെ ഇതുപോലത്തെ ചെറിയ അടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 300 ഗ്രാം ഉണ്ട്. പിന്നെ ഞാൻ ലൈഫ് ലോങ് മിൽക്കാണ്, ഇത് ഫുൾ ഫാറ്റ് ലൈഫ് ലോങ് മിൽക്ക്. പിന്നെ പഞ്ചസാര 1 കിലോ എടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും അത് ഇടാം. പിന്നെ ഞാനിപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 ലിറ്റർ ഇതേപോലത്തെ പാലാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ വലിയ ഉരുളിയും പാത്രങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ പാത്രം ഈ വലിയൊരു കുക്കറാണ്. അപ്പോൾ ഞാൻ ആദ്യം പാല് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ 4 ലിറ്റർ പാല് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ അത് വേവിച്ചെടുക്കാൻ പോവാണ്. നമ്മളീ പാല് നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നന്നായിട്ട് വെന്തിട്ട് അതൊന്ന് അളവ് കുറഞ്ഞ് വരണം. അത്ര നേരം നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ അടിയിലത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല പാല് നന്നായിട്ട് വേവിച്ച് നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച അട അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാല് ഞാൻ 10 മിനിറ്റ് തിളപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഞാൻ എടുത്തു വെച്ച 1 കിലോ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പതുക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. നമ്മുടെ അട വേവിക്കുന്നതിനുള്ള വെള്ളം ഓൾമോസ്റ്റ് തിളച്ചിട്ടുണ്ട്. നമുക്ക് അട അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ അട നമ്മൾ തിളച്ച വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്. അതിപ്പോൾ ഒരു 2 മിനിറ്റ് ഞാനത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കത് ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ തന്നെ മൂടി വയ്ക്കാം. നമ്മൾ വേറെ ഒന്നും ചെയ്യരുത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് നോക്കാം. പാലിലേക്ക് ഞാൻ നേരത്തെ 1 കിലോ ആണ് പഞ്ചസാര ഇട്ടത്. വീണ്ടും ഒരു 900 ഗ്രാം കൂടിയും ഇട്ട് കൊടുക്കുകയാണ്. പാല് ഏകദേശം വറ്റി വരുന്നുണ്ട്. കുറച്ചും കൂടി വറ്റാനുണ്ട്. നമുക്കൊരു 1/4 ഭാഗമെങ്കിലും നമുക്കത് വറ്റിച്ചെടുക്കണം. കളറൊക്കെ മാറി വരുന്നുണ്ട്. ഞാനൊരു പാത്രത്തിൽ ഒരു 100 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാനാണ്. അത് നമുക്കതിൽ ഒരു പിങ്ക് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മളുടെ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വെച്ചത് ഏകദേശം നന്നായിട്ട് ഉരുകുന്നുണ്ട്. കുറച്ചുകൂടി നേരം എല്ലാ പഞ്ചസാരയും ഒന്ന് മെൽട്ടാവാൻ വയ്ക്കാം നമുക്ക്. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഞാനൊരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പതുക്കെ അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ആവശ്യത്തിന് അതിലേക്ക് പതുക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച അട അരമണിക്കൂറായി. ഞാനിത് എന്തായാലും നോക്കാൻ തുറന്നിട്ട് അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം നോർമൽ വാട്ടറിൽ ഒഴിക്കാൻ പോവാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ അത് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുമ്പോൾ അത് കട്ട കെട്ടാതെ നമുക്കത് പാലിലേക്ക് ഒഴിക്കാൻ സാധിക്കും. ഞാനിനി ചെയ്യാൻ പോകുന്നത്, ഞാനൊരു പാനിലേക്ക് ഒരു 100 ml ഡാൽഡ എടുത്തിട്ടുണ്ട്. ആ ഡാൽഡയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച അട ഇട്ട് കൊടുക്കുകയാണ്.
അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ അട ഞാൻ നെയ്യിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഞാനതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ ആ കാരമൽ സിറപ്പ് അല്പം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അട ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി ഞാനത് നമ്മൾ ബാക്കി വെച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാൽ ഏകദേശം കുറുക്കി വന്നിട്ടുണ്ട്. നമ്മൾ കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. ഇത് നന്നായിട്ട് കുറുകി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അട ഏകദേശം ശരിയായിട്ടുണ്ട്, അടപ്പായസം. അപ്പോൾ നമുക്ക് അതിൽ ഒരു നുള്ളു ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുവിധം നമ്മുടെ പായസത്തിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടാം. ചിലർ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടില്ല, അണ്ടിപ്പരിപ്പ് മാത്രം ഇടാറുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇടാം. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തിടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വളരെ സ്വാദിഷ്ടമായ പാലട ഇവിടെ റെഡി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല സ്വാദാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.